അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. എല്ലാവർക്കും അറിയാം, 4 പാഠങ്ങളിൽ നിന്നായിരിക്കും 2ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആനിൽ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ വരിക. അപ്പോൾ നമ്മൾ ഓരോ പാഠഭാഗത്ത് നിന്നും പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠം അനദാരിസുൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് അന എന്നുള്ള വാക്കാണ്. അന എന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, ഞാൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അനദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ് മുതൽ അങ്ങനെ അന തൊട്ടിട്ടാണ് എല്ലാ വാക്കുകളും പറയുന്നത്. അപ്പോൾ നമുക്കതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. അപ്പം ഒരു കാര്യം നൽകിയിട്ട് അതിൻ്റെ മുന്നേ അന ചേർക്കാൻ എന്നുള്ള രൂപത്തിൽ വരും. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അന ബാസിമുൻ, ഞാൻ ബാസിമാണ്. അന ലുബ്നത്തുൻ, ഞാൻ ലുബ്നയാണ്. അന ദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ്. അന ദാരിസത്തുൻ, ഞാൻ പഠിക്കുന്നവളാണ്. അപ്പോൾ അവിടെ ദാരിസത്തുൻ എന്ന് കൊടുത്തിട്ട് ചിലപ്പം അന എന്നവിടെ പൂരിപ്പിച്ചെഴുതാൻ വരും. അപ്പോൾ ദാരിസത്തുൻ. അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതി കൊടുക്കണം? അന എന്ന് എഴുതി കൊടുക്കണം. അതേത് രൂപത്തിലാണ് വരിക എന്ന് നമുക്ക് അടുത്ത പ്രവർത്തനം കാണുമ്പോൾ മനസ്സിലാകും. നക്തുബ്. അപ്പോൾ അവിടെ കണ്ടല്ലോ, അവിടെ അന എന്ന് കൊടുത്തിട്ട് ഡാഷ് എന്നാണ് കൊടുത്തത്. ഒരു ഫോട്ടോ നൽകും, ഒരു മുയലിൻ്റെ ഒരു ഫോട്ടോ നൽകും. അപ്പം അവിടെ നമ്മൾ എന്താണ് എഴുതി ചേർക്കാനുള്ളത്? അർണബുൻ എന്നാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ കൂട്ടിയായിരിക്കും എങ്ങനെ വരും? അന അർണബുൻ, ഞാൻ മുയലാണ്. ഇനി അടുത്തതോ, ചിലപ്പം അന എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് അവിടെ ഒരു ഡാഷ് നൽകിയിട്ട് സിഞ്ചാബുൻ എന്ന് വരും. അപ്പോൾ നമ്മളവിടെ എഴുതി കൊടുക്കാനുള്ളത് അന എന്നായിരിക്കും. അപ്പം അന സിഞ്ചാബുൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വരിക? ഞാൻ അണ്ണാനാകുന്നു. അതുപോലെ തന്നെയാണ് അന മൗസുൻ. അപ്പോൾ അവിടെ ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും വരിക? ഡാഷ് മൗസുൻ എന്നായിരിക്കും, അല്ലെങ്കിലോ അന ഡാഷ് എന്നായിരിക്കും. അപ്പോൾ നമ്മളവിടെ എഴുതാനുള്ളത് ഡാഷ് മൗസുൻ എന്നാണെങ്കിൽ നമ്മളവിടെ അന എന്ന് എഴുതി ചേർക്കണം. അതിൻ്റെ അർത്ഥം ഞാൻ വാഴപ്പഴമാകുന്നു. ഇനി അന അനാനാസുൻ. അപ്പോൾ അവിടെ ചിലപ്പോൾ എങ്ങനെ വരും? ഡാഷ് അനാനാസുൻ. അപ്പോൾ നമ്മളവിടെ അന എന്ന് എഴുതി ചേർക്കണം. അതിൻ്റെ അർത്ഥം എന്ത് വരും? ഞാൻ കൈതച്ചക്കയാകുന്നു. അതുപോലെയാണ് ഒന്നാമത്തെ പാഠത്തിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് 2ാമത്തെ പാഠഭാഗം നോക്കാം. 2ാമത്തെ പാഠം ഹാദ ബൈത്തുൻ എന്നുള്ള പാഠമാണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നത് ഹാദ എന്ന് പറഞ്ഞ വാക്കാണ്, അല്ലേ? ഹാദ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഇത് എന്നാണ്. അപ്പോൾ ഹാദ ബൈത്തുൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഇത് ഒരു വീടാണ്. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഹാദിഹി ഡാഷ്. അപ്പോൾ നമ്മൾ അവിടെ എഴുതി കൊടുക്കണം ബക്കറത്തുൻ. അവിടെ ഫോട്ടോ ഉണ്ടല്ലോ, അപ്പോൾ ബക്കറത്തുൻ എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഹാദിഹി എന്നും ഹാദ എന്നതിൻ്റെയും അർത്ഥമാണ്. 2 വാക്കിൻ്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണെങ്കിലും ഹാദ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പുല്ലിംഗത്തിനും ഹാദിഹി എന്ന് ഉപയോഗിക്കുന്നത് സ്ത്രീലിംഗത്തിനുമാണ്. അപ്പം എങ്ങനെയാണ് സ്ത്രീലിംഗം ഏതാണ് പുല്ലിംഗം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കുക? ഇപ്പോൾ ഉദാഹരണം ആദ്യത്തെ ഒന്ന് നോക്കാം. ഹാദിഹി ഡാഷ്. അപ്പോൾ അവിടെ നമ്മൾ എഴുതി കൊടുക്കാനുള്ളത് ബക്കറത്തുൻ എന്നുള്ളതാണ്. ബക്കറത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ താ കാണുന്നില്ലേ? ആ താ ഉള്ളത് കൊണ്ടാണ് അത് അവിടെ ഹാദിഹി എന്ന് വരാൻ കാരണം. താ വന്നതെല്ലാം സ്ത്രീലിംഗമാണ്, താ വരാത്തത് പുല്ലിംഗവുമാണ്. പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത് ഹാദിഹി ബക്കറത്തുൻ, ഇത് ഒരു പശുവാണ്. ഇനി 2ാമത്തത് ഹാദാ ദീക്കുൻ. അവിടെ ദീക്കുൻ എന്നുള്ളതിന് താ വന്നിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ഹാദ എന്ന് കൊടുത്തത്. ഹാദ എന്നുള്ളതൊക്കെ എന്താണ്? പുല്ലിംഗമാണ്. ഹാദാ ദീക്കുൻ, ഇത് ഒരു പൂവൻകോഴിയാണ്. ഇനി 3ാമത്തത് ഹാദിഹി സഹറത്തുൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ഹാദിഹി, ഇത് സഹറത്തുൻ, ഒരു പൂവാണ്, പുഷ്പമാണ്, അല്ലേ? സഹറത്ത് എന്ന് പറഞ്ഞാൽ പുഷ്പം. അപ്പോൾ ഇവിടെ തുൻ എന്ന് വന്നതുകൊണ്ട് അതെന്താണ്? സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് അവിടെ ഹാദിഹി എന്ന് കൊടുത്തത്. പിന്നെയോ ഹാദാ സിഞ്ചാബുൻ, ഇത് ഒരു അണ്ണാനാണ്, അണ്ണാന് ആണാണ്, അല്ലേ? അതുകൊണ്ടാണ് അവിടെ ഹാദ എന്ന് നൽകിയത്.
ഇനി നമുക്ക് അടുത്ത പാഠഭാഗം നോക്കാം. മൂന്നാമത്തെ പാഠം അൻത ഇബ്നുൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അൻത എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അൻത എന്നുള്ളതിൻ്റെ അർത്ഥം നീ എന്നാണ്. അൻത ഇബ്നുൻ എന്നുള്ളതിൻ്റെ അർത്ഥം നീ മകനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമത്തത് അൻത എന്നുള്ളതും രണ്ടാമത്തത് അൻതി എന്നുള്ളതും. അൻത എന്നുള്ളതിൻ്റെയും അൻതി എന്നുള്ളതിൻ്റെയും അർത്ഥം ഒരേപോലെയാണ്. എന്താണ്? നീ എന്നാണ്. അൻത എന്നുള്ളത് പുരുഷനാണ് ഉപയോഗിക്കുക, പുല്ലിംഗത്തിനാണ് ഉപയോഗിക്കുക. പക്ഷേ അൻതി എന്നുള്ളത് സ്ത്രീലിംഗത്തിനാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അതിൽ ഓരോ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അൻത ഇബ്നുൻ, അൻത ഇബ്നുൻ എന്നാണ് പറയുക. കാരണം ഇബ്ന് അഥവാ ഇബ്ന് എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മകൻ അല്ലേ. അപ്പം നീ മകനാണ് എന്ന് പറയുമ്പോൾ മകൻ എന്നുള്ളത് ആരാണ്? ഒരു പുരുഷനാണ്, ഒരു ആൺകുട്ടിയാണ്. അതുകൊണ്ടാണ് അവിടെ അൻത എന്ന് വരുന്നത്. ഇനി രണ്ടാമത്തത് അൻതി ബിൻതുൻ. അൻതി എന്ന് പറഞ്ഞാൽ എന്താണ്? നീ. അതിൻ്റെ അർത്ഥവും നീ തന്നെയാണ്. അപ്പോൾ അൻതി ബിൻതുൻ എന്ന് പറഞ്ഞാൽ നീ മകളാണ് എന്നുള്ളതാണ് വരിക. ഇനി അടുത്തത് അൻത ഉസ്താദുൻ, നീ ഉസ്താദാണ്. അപ്പോൾ അവിടെ ഉസ്താദ് ആണായതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? അൻത എന്ന് പറഞ്ഞത്. ഇനി അൻതി ദാരിസത്തുൻ, അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ദാരിസത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണാണ് അല്ലേ. ദാരിസത്തുൻ എന്ന് പറഞ്ഞാൽ പെണ്ണാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വിദ്യാർത്ഥിനി. അപ്പോൾ അവിടെ എന്താണ് വരിക? അൻതി എന്നാണ് വരിക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അൻത എന്നുള്ളതിൻ്റെയും അൻതി എന്നുള്ളതിൻ്റെയും അർത്ഥം ഒന്നാണ്, നീ എന്നാണ്. പക്ഷേ അൻത ഉപയോഗിക്കുന്നത് പുല്ലിംഗത്തിനും അഥവാ ആൺകുട്ടികൾക്കും, അൻതി ഉപയോഗിക്കുന്നത് സ്ത്രീകൾക്കും, സ്ത്രീലിംഗത്തിനും പെൺകുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇനി അവസാനത്തെ പാഠമാണ് മാ ഹാദ. ഹാദ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്. മാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം മാ ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് എന്നുള്ളതാണ്. അപ്പം അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ കുറേ വാക്കുകൾ പറയുന്നുണ്ട്. ആദ്യം ഒരു പെന്ന് നൽകും, എന്നിട്ട് മാ ഹാദ, ഇത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അതിനർത്ഥം നമ്മൾ എന്ത് എഴുതണം? ഹാദ കലമുൻ, ഇത് പേനയാണ്. അപ്പോൾ ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ രണ്ടാമത്തെ ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്. മാ ഹാദിഹി, ഇത് എന്താണ്? ഇതിന് ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം? ഹാദിഹി സഹ്റത്തുൻ, ഇത് പൂവാണ്. അതുപോലെ മൻ ഹാദ, ഇത് ആരാണ്? ഹാദ അഹി, ഇത് എൻ്റെ സഹോദരനാണ്. ഇനി അടുത്തതോ മൻ ഹാദിഹി, ഇത് ആരാണ്? ഹാദിഹി ഉഹ്തി, ഇത് എൻ്റെ സഹോദരിയാണ്. അപ്പം അതുകൊണ്ടാണ് സഹോദരി എന്ന് വന്നത് കൊണ്ടാണ് അവിടെ ഹാദിഹി എന്ന് കൊടുത്തത്. ഇനി അതുപോലെ മാ ഹാദ, ഹാദ കിതാബുൻ. മാ ഹാദ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഹാദ കിതാബുൻ, ഇത് പുസ്തകമാണ്. മൻ ഹാദ, ഇത് ആരാണ്? ഹാദ ബാസിമുൻ, ഇത് ബാസിമാണ്. മാ ഹാദിഹി, ഇത് എന്താണ്? ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചയാണ്. മൻ ഹാദ, ഇത് ആരാണ്? ഹാദ ബാസിമുൻ, ഇത് ബാസിമാണ്. അപ്പോൾ അവിടെ രണ്ടാമത് മൻ ഹാദിഹി എന്ന് കൊടുക്കാം. മൻ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് ആരാണ്? ഹാദിഹി നമുക്ക് ഏതെങ്കിലും ഒരു അറിയുന്ന ഒരു പെൺകുട്ടിയുടെ പേര് കൊടുക്കാം. എന്താണ്? ഹാദിഹി ദാരിസത്തുൻ എന്നോ അല്ലെങ്കിൽ ഹാദിഹി ഉമ്മി എന്നോ അങ്ങനെയൊക്കെ കൊടുക്കാം. ഹാദിഹി ഉമ്മി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 4 പാഠങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക. നല്ല രീതിയിൽ പഠിക്കുക. അല്ലാഹു തആല എല്ലാ പരീക്ഷയിലും ഉന്നത വിജയം നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.